ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ വലിയ നികുതികൾ ചുമത്തുമ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ സംഘർഷം രൂപപ്പെടുകയാണ്. പാർലമെൻറ്റിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ട്രംപിൻ്റെ രാഷ്ട്രീയത്തിൽ, അമേരിക്കൻ രാഷ്ട്രീയത്തിനുള്ളിൽ തന്നെ സംഘർഷം രൂപപ്പെടുകയാണ്. ഇപ്പോൾ US-ലെ ഒരു വലിയ നേതാവിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യ US വ്യാപാര ബന്ധങ്ങൾ തകരാറിലായതോടുകൂടി ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% താരിഫ് നടപടിയെ മുൻ UN സ്റ്റേറ്റ് സെക്രട്ടറി കർട്ട് ക്യാമ്പൽ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നീക്കം 21-ാം നൂറ്റാണ്ടിലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ പങ്കാളിയായ ഇന്ത്യ US ബന്ധത്തെ ഗുരുതരമായി അപകടത്തിലാക്കുന്നുവെന്ന് ക്യാമ്പൽ പറയുന്നു. ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഉപദേശിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്ക് മേൽ 25% അധിക താരിഫ് ചുമത്തി. ഇത് ഇന്ത്യയുടെ മൊത്തം താരിഫ് 50%. ഓഗസ്റ്റ് 27 മുതൽ ഈ താരിഫ് പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ വിച്ഛേദിക്കില്ലെന്നാണ് ക്യാമ്പലിൻ്റെ മുന്നറിയിപ്പ്. 21-ാം നൂറ്റാണ്ടിലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഇന്ത്യയുമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ബന്ധവും ഭീഷണിയിലാണ്. പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയെയും പ്രധാനമന്ത്രി മോദിയെയും കുറിച്ച് സംസാരിച്ച രീതി ഇന്ത്യൻ സർക്കാരിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു എന്ന് ഒരു അഭിമുഖത്തിലാണ് ക്യാമ്പൽ പറഞ്ഞത്. ട്രംപിൻ്റെ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങേണ്ടതില്ലെന്ന് ഇന്ത്യ ഉപദേശിക്കുന്നതിനിടെ ക്യാമ്പൽ പറഞ്ഞു. എന്തായാലും റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയാൽ എന്താണ് സംഭവിക്കുകയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യൻ തന്ത്രജ്ഞർ നേരെ വിപരീതമായിരിക്കും ചെയ്യുക. അതായത് ഇന്ത്യ അങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയാൽ ആ തന്ത്രം നേരെ വിപരീതം തിരിച്ചടിയത് ബാക്ക് ഫയർ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് വിപരീത ഫലമുണ്ടാക്കും. എന്തായാലും ട്രംപിൻ്റെ തീരുമാനം US-ൽ ഉഭയകക്ഷി ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. മുൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് താരിഫുകളെ വിമർശിച്ചു. അവ അമേരിക്കൻ കമ്പനികളെയും ഉപഭോക്താക്കളുടെയും ഭാരം കൂട്ടുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വതന്ത്ര വ്യാപാരത്തെ വാദിച്ച അദ്ദേഹം താരിഫുകളുടെ വില നൽകുന്നത് അമേരിക്കൻ കമ്പനികളും ഉപഭോക്താക്കളുമാണെന്ന് പറഞ്ഞു. അല്ലാതെ ട്രംപ് അല്ല ഈ താരിഫിൻ്റെ വില നൽകുന്നത്. ഇതിനു പുറമെ ട്രംപിൻ്റെ താരിഫ് ഭരണകൂടം US പങ്കാളിത്തത്തെ തകർക്കുമെന്ന് ഡെമോക്രാറ്റ് സെനറ്റർ ഗ്രിഗറി മിക്സും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ സമ്പൂർണ്ണമായി അമേരിക്കൻ രാഷ്ട്രീയം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാരണവും ഇന്ത്യയിൽ ട്രംപ് ഏർപ്പെടുത്തിയ ഈ ഒരു താരിഫ് യുദ്ധം കാരണവും കലങ്ങി മറിയുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.